ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കിന്ന് നോമ്പ് ദിവസമാണ്. ഞാൻ മിക്ക വ്യാഴാഴ്ച ദിവസങ്ങളിലും എൻ്റെ വേറെ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല എങ്കിൽ ഞാൻ നോമ്പെടുക്കാറുണ്ട്. അത് മതപരമായൊരു കാര്യം എന്നതിലുപരി ഞാൻ എൻ്റെ ശരീരത്തിനും എൻ്റെ മാനസികമായൊരു അവസ്ഥയ്ക്കും കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാനും ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോമ്പെടുക്കാറുള്ളത്. ഞാൻ രാവിലെ അത്താഴമൊക്കെ കഴിച്ച് നിസ്കരിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിപിടിയാണിത്. എനിക്ക് ഈ കാഴ്ച ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അടിയുണ്ടാക്കുന്നതല്ല കേട്ടോ. പിന്നെ എനിക്കിന്ന് സേവനവാരമായിരുന്നു. എൻ്റെ കബോർഡിൽ ഒരു ഷെൽഫുണ്ട്. എൻ്റെ മേക്കപ്പ് ഐറ്റംസും എൻ്റെ ബുഷും എൻ്റെ ചീപ്പും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ എൻ്റെ പേഴ്സണൽ കെയറിന് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുമായിരുന്നു. അതെല്ലാം കൂടെ വൃത്തിയാക്കി അടുക്കി പെറുക്കി ഒക്കെ വെച്ചു. ഇത് എത്ര ദിവസം ഇങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. പിന്നെ ആ 3 വാച്ചും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഫസ്റ്റ് ഈ വാച്ച് ഞാൻ നാട്ടിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ എൻ്റെ സ്റ്റാഫ് എനിക്ക് മേടിച്ചു തന്നതാണ്. രണ്ടാമത്തേത് എനിക്ക് വിവോയുടെ കൂടെ കിട്ടിയ സ്മോൾ വാച്ചാണ്. മൂന്നാമത്തേത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതിനുശേഷം ആ പണിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ അടുപ്പ് നല്ലതുപോലെ ഒന്ന് തേച്ചരച്ച് കഴിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി അരി ആട്ടി വെച്ചു. കാരണം ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ അപ്പവും മുട്ടക്കറിയാണ്. അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ആട്ടി വെച്ചത്. അതിനുശേഷം എൻ്റെ സേവനവാരം വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും എപ്പോഴും തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്ത് എപ്പോഴും വീടിങ്ങനെ വൃത്തിയായി കിടക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പണിയും എടുക്കും, നല്ലതുപോലെ അടിയും ഉണ്ടാക്കുന്ന ഒരാളാണ്. വീട്ടിൽ ഇത് പറഞ്ഞാണ് മെയിനായിട്ട് വലിച്ചു വാരി സാധനങ്ങൾ ഇടുന്നതിനാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തോരത്തിന് എപ്പോഴും അരിയുന്നത് ചോപ്പറിലാണ്. കുറച്ചൊന്ന് എളുപ്പപ്പണിയുടെ ആളും കൂടെയാണ് ഞാൻ. പിന്നെ ഞാൻ നോമ്പ് തുറക്കി വേണ്ടുന്ന ജ്യൂസൊക്കെ അടിച്ചു വെച്ചു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞും വെച്ചു. എനിക്കെപ്പോഴും നോമ്പുള്ള സമയത്ത് തണുത്ത ജ്യൂസും തണുത്ത ഫ്രൂട്ട്സും കഴിക്കാനാണ് ഇഷ്ടം. എനിക്കങ്ങനെ തണുത്ത ഫുഡോ ഐസ്ക്രീമോ ഒന്നും കഴിച്ചെന്ന് പറഞ്ഞിട്ട് വേറെ അസുഖങ്ങളൊന്നും വരാറില്ല. ഞാൻ പണ്ട് തൊട്ടേ അത് ശീലിച്ച് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ യൂസ്ഡാണ് എൻ്റെ ബോഡി എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളോട്. ഞാൻ ഈ ജ്യൂസർ തെമോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇവിടെ വന്നതിന് ശേഷം. ഞാനെപ്പോഴും മീഷോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളായിരുന്നു. ഞാനിവിടെ ദുബായിൽ വന്ന സമയത്തും എൻ്റെ അടുക്കളയിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. എൻ്റെ ഒരുപാട് മീഷോ ഫൈൻഡിങ്സ് എൻ്റെ അടുക്കളയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് തെമോയിൽ നിന്നാണ് ഞാൻ ഈ ജ്യൂസർ വാങ്ങിച്ചത്. ഞാൻ തെമോയിൽ നിന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് കൺഫേം പറയാൻ പറ്റില്ല. എങ്കിലും മീഷോയെ പറ്റി ഞാൻ റിവ്യൂ ഒക്കെ നോക്കി എപ്പോഴും സാധനങ്ങൾ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അതിന് ഒത്തുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിലും നമുക്ക് സാധനങ്ങൾ എപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ എപ്പോഴും മീഷോയിൽ നിന്നാണ് വാങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ആപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന് ശേഷം അതിലില്ല എങ്കിൽ മാത്രമേ ഞാൻ വേറെ എന്തിലോട്ടും പോകാറുള്ളൂ. സേവനവാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ റൂമാണിത്. ഈ റൂമിനകത്ത് ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്തതിന് ശേഷം ഞാനും ഫ്രഷായിട്ട് ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ഭയങ്കര അഭിമാനമാണ് എനിക്കപ്പോൾ. അതിനുശേഷം ഞാൻ വീണ്ടും നോമ്പ് തുറക്കി വേണ്ടുന്ന കാര്യങ്ങളിലോട്ട് പോയി. എനിക്ക് പൊരിപ്പ് ഉണ്ടാക്കേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ തോന്നി എരിവുള്ള എന്തെങ്കിലും ആ ഒരു ടൈമിൽ കഴിക്കാൻ കൊതിയാവുന്നു.
അത് കാരണം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊഞ്ച് കറക്കി വെച്ചിരുന്ന കൊഞ്ചാണ്, അതെടുത്ത് വൃത്തിയാക്കി പൊരിക്കാനെടുത്തു. ഞാൻ മസാലക്കൂട്ടെല്ലാം ഇട്ടതിന് ശേഷം മുട്ടയും ഇട്ട് അത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം റവയും അരിപ്പൊടിയും കൂടെ ഇട്ടാണ് ഞാൻ പൊരിക്കാനടിച്ചത്. ഇതെല്ലാം തേച്ച് ഒരു അരമണിക്കൂർ മാത്രമാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നല്ല വെളിച്ചെണ്ണയിലാണ് കൊഞ്ച് പൊരിച്ചെടുത്തത്. നോമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ അല്ലാത്ത ദിവസങ്ങൾ സാധാരണ ഫുഡ് കഴിക്കുമെങ്കിലും ആ ഒരു ദിവസം എന്ത് കഴിക്കണം വൈകിട്ട് എന്നൊരു ചിന്തയുടെ പുറത്ത് അന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെക്കാറുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. എല്ലാം കൂടെ കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ സംശയമാണ്. ഫസ്റ്റ് ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ ഏകദേശം വയറ് നിറയാറായതുപോലെ ആയിരിക്കും. എന്തായാലും ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഉള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോമ്പ് തുറക്കുന്ന സമയമായി. ഞാൻ നോമ്പ് തുറക്ക് തണ്ണിമത്തൻ ജ്യൂസും തണ്ണിമത്തൻ അരിഞ്ഞതും പിന്നെ മുന്തിരിങ്ങയാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഇന്ന് ഞാൻ വാങ്ങുന്ന ഫ്രൂട്ട്സിനൊക്കെ എപ്പോഴും നല്ല മധുരമായിരിക്കും. മാങ്ങയ്ക്ക് പോലും പുള്ളിയുള്ളൊരു മാങ്ങ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മുടെ നാട്ടിലാണ് എപ്പോഴും ചിലപ്പോൾ തണ്ണിമത്തന് വെള്ളം പോലെ ഇരിക്കും, രുചി ഉണ്ടായിരിക്കത്തില്ല, മാങ്ങയ്ക്ക് മധുരം ഉണ്ടായിരിക്കത്തില്ല, അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂവും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഒരു ആവറേജ് കൊള്ളാമായിരുന്നു എന്തായാലും അത്. പിന്നെ ഞാൻ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ആട്ടി വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അപ്പവും ചുട്ടു. അതിനുശേഷം അപ്പവും മുട്ടക്കറിയൊക്കെ വെച്ച് ഞാൻ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു.